അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് നല്ലൊരു പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഒരു ദിവസം കൂടി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിച്ചു. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് 2020 ജനുവരി 6 എന്നുള്ള ഈ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു നാളെ പരലോകത്ത് ചോദ്യം ചെയ്യും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തെക്കുറിച്ചും അള്ളാഹു നാളെ ഹിസാബ് എടുക്കും എന്ന് ഉള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അള്ളാഹു ഹിസാബ് എടുക്കുന്നതിന് മുമ്പ് സ്വയം ഒരു ആത്മവിചിന്തനം നടത്തുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കുവാനും അതുപോലെ തന്നെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പരമാവധി ജീവിതത്തിൽ പകർത്താനും ഇന്ന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം സ്വയം നമ്മോട് തന്നെ ചോദിക്കുക. 5 വക്ത് ജമാഅത്ത് നമസ്കാരം, തഹജ്ജുദ്, ളുഹ, റവാത്തിബ് സുന്നത്തുകൾ, അതുപോലെ മറ്റ് സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം ഇന്ന് വളരെ കൃത്യമായി തഖ്വയോട് കൂടി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുകൾ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, 100ഓളം ഇസ്തിഗ്ഫാറുകൾ ഇന്ന് നമുക്ക് നിർവഹിക്കാൻ സാധിച്ചോ? ഓരോ ഘട്ടങ്ങളിലുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, രാവിലെ എണീക്കുന്നത് മുതൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉള്ള ഓരോ സന്ദർഭങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഇന്ന് ചിട്ടയോടുകൂടി നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അള്ളാഹു നമ്മിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്ന് നാം നിർവഹിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു പുണ്യകർമ്മങ്ങളായി സ്വീകരിച്ച് നമ്മുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാൾ സത്യം ചെയ്തുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ അവകാശം സ്വന്തമാക്കുന്നുവോ അവന് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. ആ സമയത്ത് ഒരാൾ ചോദിച്ചു, അത് വളരെ നിസ്സാരമായിരുന്നതായാലും അങ്ങനെയാണോ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അത് അറാഖ് വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പാണെങ്കിലും ശരി എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു കാരണവശാലും ഒരു മുസ്ലിമിൻ്റെ അവകാശം ഹനിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അത് അവൻ്റെ വ്യക്തിത്വമായിരുന്നാലും ശരി, സമ്പത്തായിരുന്നാലും എന്തായിരുന്നാലും ശരി, അതുപോലെ തന്നെ അവൻ്റെ ശരീരമായിരുന്നാലും ഒരു നിലക്കും അതിന് ഹാനികരമായി ഒന്നും പ്രവർത്തിക്കാൻ നമുക്ക് പാടില്ല എന്നാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കാറുണ്ടോ എന്ന് നാം ആലോചിച്ച് നോക്കുക. നമ്മുടെ കാരണത്താൽ ഒരു ജീവി പോലും പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം വിശ്വാസം പ്രയോജനം ചെയ്യുകയില്ല. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായ 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദിക്കുക, ദജ്ജാൽ പുറപ്പെടുക, അതുപോലെ തന്നെ ഭൂമിയിൽ ഒരു തരത്തിലുള്ള ജീവി പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇതിനുശേഷം ഒരാളുടെ വിശ്വാസവും പ്രയോജനപ്പെടുക ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി എല്ലാ സന്ദർഭങ്ങളിലും വിശ്വാസത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത്. എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും അന്ത്യം ഏത് സമയത്താണ് എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും വിശ്വാസത്തോടു കൂടി ജീവിക്കേണ്ടവനാണ് ഒരു മുസ്ലിം എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു ചിന്ത നമ്മിൽ ഉണ്ടാകാറുണ്ടോ? സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, സൂര്യൻ അർശിൻ്റെ ചുവട്ടിലുള്ള അതിൻ്റെ സ്ഥിരമായ സ്ഥാനത്ത് എത്തുന്നത് വരെ സഞ്ചരിക്കുകയും അനന്തരം സാഷ്ടാംഗം ചെയ്തുകൊണ്ട് വീഴുകയും ചെയ്യും. അനന്തരം നീ ഉയരുകയും വന്ന സ്ഥിതിയിൽ തന്നെ മടങ്ങുകയും ചെയ്തു കൊള്ളുക എന്ന് പറയപ്പെടുന്നത് വരെ അത് സാഷ്ടാംഗം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പറയപ്പെട്ടാൽ അത് മടങ്ങുകയും ഉദയസ്ഥാനത്ത് നിന്ന് ഉദിക്കുകയും ചെയ്യും. പിന്നെയും അത് അർശിൻ്റെ ചുവട്ടിൽ എത്തുന്നത് വരെ സഞ്ചരിക്കുകയും വീണ്ടും സാഷ്ടാംഗം ചെയ്തുകൊണ്ട് വീഴുകയും ചെയ്യും. പിന്നെയും നീ ഉയർന്നു വന്ന വിധത്തിൽ തന്നെ മടങ്ങുകയും ചെയ്യുക എന്ന് പറയപ്പെടുന്നത് വരെ അത് സാഷ്ടാംഗത്തിൽ ആയിക്കൊണ്ട് കഴിച്ചുകൂട്ടും. ഉടനെ അത് മടങ്ങുകയും ഉദയസ്ഥാനത്ത് നിന്ന് വീണ്ടും ഉദിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം അർശിൻ്റെ ചുവട്ടിലെത്തിയാൽ അതിനോട് പറയും, നീ ഉയരുകയും പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഉദിക്കുകയും ചെയ്തു കൊള്ളുക. ഉടനെ അത് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഉദിക്കും. അതാണ് ഖിയാമത്ത് നാൾ.
ഇതുപോലെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ, അതിൻ്റെ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ എന്ന് ആലോചിക്കുക. വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ട വിഷയങ്ങളാണ് ഇതെല്ലാം തന്നെ. മറ്റൊരു ചോദ്യം, ഖുവൈലിദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അല്ലാഹുവേ, 2 അബലകളുടെ അവകാശം നശിപ്പിക്കുന്നവരെ ഞാൻ പാപികൾ ആയി കാണുന്നു. അതായത് അനാഥ കുട്ടികൾ, സ്ത്രീകൾ, ഇവരുടെ കാര്യത്തിൽ വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരുടെ അവകാശം നശിപ്പിക്കുന്നവരെ ഞാൻ പാപികളായി കാണുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും അനാഥ കുട്ടികളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകളുടെ ചാരിതാർത്ഥ്യവും അവരെക്കുറിച്ചുള്ള അപവാദങ്ങളെല്ലാം വളരെ പാപമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നാം വളരെയധികം ശ്രദ്ധാലുക്കളാണോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു പാപവും വരാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മറന്നു കളഞ്ഞ ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ആകരുത്. തന്മൂലം അള്ളാഹു അവർക്ക് അവരെപ്പറ്റി തന്നെ ഓർമ്മയില്ലാതാക്കി. അക്കൂട്ടർ തന്നെയാകുന്നു ദുർമാർഗികൾ. സൂറത്ത് അഷ്റിലെ 19-ാമത്തെ ആയത്തിൻ്റെ അർത്ഥമാണിത്. അള്ളാഹുവെ മറന്നു ജീവിച്ചവർക്ക് അവർ എന്തിനു ഭൂമിയിൽ വന്നു എന്ന് പോലും റബ്ബ് മറപ്പിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി സദാസമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അള്ളാഹുവിനെ മറന്ന ഒരു ജീവിതം ഒരു സന്ദർഭത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല. കണ്ണിമ വെട്ടുന്ന സമയം പോലും നമ്മുടെ കാര്യം നമ്മെ ഏൽപ്പിക്കല്ലേ എന്നുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഈ വിഷയം ഗൗരവത്തിലെടുക്കുകയും നമ്മുടെ സഹോദരങ്ങളെ, മറ്റുള്ള ആളുകളെ, ഈ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകളെ ഈ കാര്യം നാം ഉണർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ ഈ വിഷയം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നാം ശ്രമിക്കാറുണ്ടോ? നമസ്കാരം മ്ലേച്ഛതയെ അകറ്റി നിർത്തും എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരം അതിൻ്റെ ചിട്ടയോടും തഖ്വയോടും കൂടി നിർവഹിക്കുകയാണെങ്കിൽ എല്ലാ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അത് തന്നെ മതി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ നമസ്കാരം കൊണ്ട് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് എന്തോ പോരായ്മകൾ ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നമസ്കാരത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന എന്തോ പോരായ്മകളാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമസ്കാരം കൂടുതൽ ഭക്തിയോടും ഖുശൂഅോടും ആക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ചോദ്യം, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരു മനുഷ്യൻ കിതച്ചുകൊണ്ട് നമസ്കാരത്തിലെ അണിയിൽ പ്രവേശിക്കുകയും എന്നിട്ട് അൽഹംദുലില്ലാഹിൽ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകം ഫീ, അള്ളാഹുവിന് അനുഗ്രഹീതവും പരിശുദ്ധവുമായ ധാരാളം സ്തുതി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അള്ളാഹുവിലേക്ക് ഉയർത്തുവാനായി 12 മലക്കുകൾ മത്സരിച്ച് മുന്നേറുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഞങ്ങൾ നബിയോടൊപ്പം നമസ്കരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ അള്ളാഹു അക്ബർ കബീർ അൽഹംദുലില്ലാഹി കബീർ സുബ്ഹാനല്ലാഹി ബുക്റത്തൻ വ അസീല എന്നുള്ള ദിക്ർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹുവിന് വളരെയധികം സ്തുതി, രാവിലെയും വൈകുന്നേരവും ഞാൻ അവൻ്റെ പരിശുദ്ധത പ്രകീർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്തിലെ കവാടങ്ങൾ അതിനുവേണ്ടി തുറക്കപ്പെട്ടത് കണ്ട് ഞാൻ അതിശയിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് കേട്ടത് മുതൽ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഈ സഹാബി പറയുന്നത്. ഈ ഒരു വിഷയം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറമേ നിന്ന് ഒരാൾ വന്ന് നമ്മോട് സലാം പറഞ്ഞാൽ നാം അതിന് സലാം മടക്കാറുണ്ടോ? നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടതില്ല, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും ഈ നമസ്കാരത്തിൽ സാധാരണ സംസാരമൊന്നും പാടില്ല. തീർച്ചയായും അള്ളാഹുവിൻ്റെ പരിശുദ്ധത പ്രകീർത്തനം ചെയ്യുക, അതായത് തസ്ബീഹുകൾ, അവനെ മഹപ്പെടുത്തുക, തക്ബീർ നടത്തുക, ഖുർആൻ പാരായണം ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമസ്കാരത്തിന് വേണ്ടത്. അതായത് നാം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറമേ നിന്ന് ആരെങ്കിലും വന്ന് സലാം പറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ
അതിന് മറുപടി പറയേണ്ടതില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമസ്കാരത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഒക്കെ മാത്രമാണ് പാടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു മുസ്ലിമിന് അയാളുടെ കഷ്ടതയിൽ ഒരാൾ രക്ഷാമറയായി നിന്നാൽ അള്ളാഹു അവനും അന്ത്യനാളിൽ മറയായി നിൽക്കും എന്ന് ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ മറ അതായത് പരലോകത്ത് വെച്ച് അള്ളാഹു നമുക്ക് മറയായി നിൽക്കാൻ നാം ശ്രമിക്കാറുണ്ടോ? ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പലപ്പോഴും ആളുകൾ സഹായിക്കുകയും അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നാം ഒരു മറയായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സഹായിയായി നിന്നു കഴിഞ്ഞാൽ പരലോകത്ത് ഇതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രയാസം നേരിടുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് രക്ഷകനായി അവിടെ ഉണ്ടാകും എന്നാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ കഷ്ടതകൾ തീർക്കാനും നാം ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് നാം നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ. റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.